റാസൽ ഖൈമയിൽ വെടിവെപ്പ്, 3 സ്ത്രീകൾ കൊല്ലപ്പെട്ടു. ഗതാഗത തർക്കത്തെ തുടർന്ന് പ്രകോപിതനായ പ്രതി സ്ത്രീകൾക്ക് നേരെ വെടിവെക്കുകയായിരുന്നു. പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പൊതുജനങ്ങൾ സംയമനം പാലിക്കണമെന്നും അക്രമങ്ങളിൽ ഏർപ്പെടുന്നത് ഒഴിവാക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചു. സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഏതൊരാൾക്കെതിരെയും നിയമം കർശനമായി നടപ്പാക്കുമെന്നും റാസൽ ഖൈമ പോലീസ് മുന്നറിയിപ്പ് നൽകി. US ചൈന ജനീവ വ്യാപാര ചർച്ചകൾ ഫലപ്രദം. ഡോളർ കരുത്താർജിക്കുന്നു. ഓഹരി വിപണിയിൽ ഉണർവ്. സ്വർണ്ണവിലയിൽ ഇടിവ്. ദുബൈയിൽ ഇന്ന് സ്വർണ്ണവില 24 കാരറ്റ് ഗ്രാമിന് 395 ദിർഹം 25 ഫിൽസും, 22 കാരറ്റിന് 366 ദിർഹവും, 18 കാരറ്റിന് 300 ദിർഹം 75 ഫിൽസുമാണ് വില. വില ഇനിയും കുറയാൻ സാധ്യതയുണ്ടെന്നുമാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ തീരുവ 145% നിന്ന് 50% കുറയ്ക്കാൻ ട്രംപ് ഭരണകൂടം ആലോചിക്കുന്നതായി US മാധ്യമങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. US ചൈന പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ഒരു ചുവടുവയ്പായാണ് ഇതിനെ പൊതുവെ വിലയിരുത്തുന്നത്. ഇന്ത്യ പാക് വെടിനിർത്തൽ കരാർ. വിപണിയിൽ ഉണർവ്. വിമാന ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നു. ഇന്ത്യയിലും പാകിസ്ഥാനിലും കുടുങ്ങിക്കിടക്കുന്ന UAE നിവാസികൾ പെട്ടെന്ന് തന്നെ നാട്ടിൽ നിന്നും മടങ്ങാൻ തീരുമാനിച്ചതോടെയാണ് ടിക്കറ്റ് നിരക്ക് കുത്തനെ ഉയർന്നത്. പാകിസ്ഥാനിൽ നിന്നും UAEയിലേക്കുള്ള വൺ വേ ടിക്കറ്റ് നിരക്ക് 9100 ദിർഹം വരെ ഉയർന്നപ്പോൾ വടക്കേ ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നുമുള്ള നിരക്ക് 3900 വരെ എത്തിയതായാണ് ട്രാവൽ ഏജന്റ് വൃത്തങ്ങൾ അറിയിച്ചത്. സ്ഥിതിഗതികൾ കൂടുതൽ വഷളായാൽ വീണ്ടും വിമാന സർവീസുകൾ നിർത്തിവെക്കുമെന്ന് ഭയന്നാണ് പലരും നേരത്തെ മടങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇത് മുതലെടുത്താണ് വിമാന കമ്പനികൾ നിരക്ക് കുത്തനെ ഉയർത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാളെ സൗദിയിലെത്തും. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇതിൽ ഗാസ വെടിനിർത്തൽ നിർദ്ദേശവും പുനർനിർമ്മാണ പദ്ധതിയും ഉൾപ്പെടുമെന്നാണ് സൂചന. ചർച്ചയിൽ പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ്, സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറ, ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔൻ എന്നിവരും പങ്കെടുക്കുമെന്നാണ് സൂചന. സൗദിക്ക് പുറമെ ഖത്തർ, UAE എന്നിവിടങ്ങൾ സന്ദർശിക്കുന്ന ട്രംപ് വരുന്ന വെള്ളിയാഴ്ച തിരിച്ചു പോകും. ട്രംപിന്റെ ഖത്തർ സന്ദർശന വേളയിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക യാത്രകൾക്കാവശ്യമായ അത്യാഡംബര ബോയിങ് 747-8 ജംബോ ജെറ്റ് വിമാനം ഖത്തർ രാജകുടുംബം സമ്മാനിക്കും. സമ്മാനം സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ട്രംപ് ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. UAEയിൽ വേനൽ ചൂടിനിടയിൽ നേരിയ മഴ. രാജ്യത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ മേഘാവൃതമായ കാലാവസ്ഥയ്ക്കും നേരിയ മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട്. ആകാശം മേഘാവൃതമാണ്. പർവ്വത മേഖലകളിൽ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. തീരപ്രദേശങ്ങളിൽ താപനിലയിൽ വലിയ മാറ്റം പ്രതീക്ഷിക്കുന്നില്ല. ഇൻഡിഗോ ഫുജൈറയിൽ നിന്ന് കണ്ണൂരിലേക്കും മുംബൈയിലേക്കും പുതിയ വിമാന സർവീസുകൾ ആരംഭിക്കും. ഫുജൈറയിൽ നിന്ന് പുലർച്ചെ 3:40 പുറപ്പെടുന്ന വിമാനം രാവിലെ 9 കണ്ണൂരിൽ എത്തും. കണ്ണൂരിൽ നിന്ന് രാത്രി 8:55 പുറപ്പെടുന്ന വിമാനം രാത്രി 11:25 ഫുജൈറയിൽ തിരിച്ചെത്തും. മുംബൈയിലേക്കുള്ള വിമാനം ഫുജൈറയിൽ നിന്ന് അർദ്ധരാത്രി 12:25 പുറപ്പെട്ട് പുലർച്ചെ 4:50 മുംബൈയിൽ ഇറങ്ങും. മുംബൈയിൽ നിന്ന് പുലർച്ചെ 1:10 പുറപ്പെടുന്ന വിമാനം പുലർച്ചെ 2:40 ഫുജൈറയിലെത്തും. ദുബൈയിൽ നിന്നും വടക്കൻ എമിറേറ്റുകളിൽ നിന്നും യാത്രക്കാർക്ക് സൗജന്യ ബസ് സർവീസും ഏർപ്പെടുത്തിയതായി ഇൻഡിഗോ വൃത്തങ്ങൾ അറിയിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് യാത്രക്കാർക്ക് ഡ്യൂട്ടി ഫ്രീ ഉൽപ്പന്നങ്ങളിൽ പ്രത്യേക ഇളവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്ന വ്യാഴാഴ്ച മുതലാണ് സർവീസ് ആരംഭിക്കുന്നത്. ഒമാനിലെ മസ്കറ്റിൽ അറിയപ്പെടുന്ന കീബോർഡ് ആർട്ടിസ്റ്റായിരുന്ന കണ്ണൂർ സ്വദേശി ഷാജി എന്ന മുഹമ്മദ് ഷാജഹാൻ അന്തരിച്ചു. 50 വയസ്സായിരുന്നു. മസ്കറ്റിൽ ഫോട്ടോ സ്റ്റുഡിയോ നടത്തിയിരുന്ന സംഗീതജ്ഞനായ തലശ്ശേരി മാളിയക്കൽ ജലീലിന്റെ മകനാണ്. മസ്തിഷ്കാഘാതത്തെ തുടർന്നാണ് അന്ത്യം സംഭവിച്ചത്. മെഹ്ഫിൽ ഇന്റർനാഷണൽ ഷോർട്ട് ഫിലിം ഡോക്യുമെന്ററി മത്സരം എൻട്രികൾ ക്ഷണിച്ചു. 2020 മുതൽ ചിത്രീകരിച്ച 8 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയുള്ള ഷോർട്ട് ഫിലിമും 30 മിനിറ്റിൽ കുറയാത്ത ഡോക്യുമെന്ററികളുമാണ് മത്സരത്തിലേക്ക് പരിഗണിക്കുന്നത്. എൻട്രികൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. കൂടുതൽ വിവരങ്ങൾക്ക് 8281813598 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.